നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന. സംശയത്തിൻ്റെ ആനുകൂല്യം എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. നേരെ നമുക്ക് കഥയിലേക്ക് പോകാം. സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട കോടതിയും ഒരു സ്ത്രീയായിരുന്നു, അമ്മയായിരുന്നു. മകൻ നഷ്ടപ്പെട്ട അമ്മയുടെ വേദന മനസ്സിലാക്കാതെ പോയ, വിശാലിൻ്റെ അമ്മയുടെ കണ്ണുനീര് കാണാതെ പോയ ഒരു സ്ത്രീ കോടതി. മാലതി നെഞ്ചത്തിടിച്ച് നിലവിളിച്ചു. ഒറ്റ സംശയം ബാക്കി. വിശാലിനെ ആരാണ് കൊന്നത്? ഉത്തരമില്ല. വിശാൽ സ്വയം കത്തിയെടുത്ത് കുത്തിയതല്ലെന്ന് കോടതിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുതന്നെ ഭാഗ്യം. പക്ഷേ കുത്തിയതാരാന്ന് കോടതിയുടെ മനസാക്ഷിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല പോലും. 250 തെളിവുകളും 25 സാക്ഷികളും 30 തൊണ്ടിമുതലുണ്ടായിട്ടും 20 പ്രതികളിൽ ഒരു പ്രതി പോലും കോടതിയുടെ മുമ്പിൽ കണ്ണു തുറന്ന് കണ്ടില്ല. കോടതികൾ ദൈവങ്ങളല്ല, മനുഷ്യരാണ്, പച്ച മനുഷ്യർ എന്ന് ഇപ്പോൾ മനസ്സിലായി. രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായി അങ്ങനെ ഒരു കാര്യം നേരിൽ കാണുന്നത് വിശാൽ കൊല്ലപ്പെടുമ്പോഴാണ്. കോളേജിലെ സംഘർഷത്തിലാണ് ക്യാമ്പസ് ഫ്രണ്ട് സമിതി പ്രസിഡൻ്റായിരുന്ന 19 വയസ്സുള്ള വിശാൽ ഗുണ്ടകളുടെ കൈകളാൽ കൊല്ലപ്പെട്ടത്. 19 വയസ്സുണ്ടെങ്കിലും അതൊട്ടും തോന്നിക്കാത്ത ഒരു മുഖമായിരുന്നു അവൻ്റേത്. ഒരു സ്കൂൾ കുട്ടിയുടെ നൈർമല്യം. ഉറങ്ങിക്കിടക്കുന്നത് പോലെ അവൻ കിടക്കുന്നത് കണ്ടപ്പോൾ അധ്യാപകൻ എന്ന നിലയിൽ മനസ്സ് വല്ലാതെ പിടഞ്ഞുപോയി. ഒരിക്കലും നമ്മൾ ഒരാളെ ഇതുപോലെയുള്ള മരണത്തിൽ കാണരുത്. ആ മുഖം പിന്നെ ഒരിക്കലും മനസ്സിൽ നിന്ന് പോകില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവൻ്റെ ആ കിടപ്പ് ഇന്നത്തെ പോലെ മനസ്സിലുണ്ട്. കോളേജിലെ നവാഗതർക്ക് സ്വാഗതം പറഞ്ഞുള്ള ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നതായിരുന്നു വിശാൽ. വിശാലിനെ ആക്രമിക്കുമ്പോൾ തടയാൻ നോക്കിയവരെ മാത്രമാണ് പ്രതികൾ ആക്രമിച്ചതും. ടാർഗറ്റ് വിശാൽ തന്നെയായിരുന്നു. ഒറ്റ കുത്തിന് ആള് തീരുന്ന മാർഗം തന്നെയാണ് വിശാലിനെ കൊല്ലാനും അവർ സ്വീകരിച്ചത്. അല്ലാതെ സംഘർഷത്തിൽ പരിക്കേറ്റ് മരിച്ചതല്ല വിശാൽ. വിശാലിൻ്റെ മരണമൊഴിയും ദൃക്സാക്ഷികളുമുള്ള കേസായിരുന്നു. എന്നിട്ടും പ്രതികളെ എല്ലാം വെറുതെ വിട്ടു. കോടതിയെ പഴിചാരിയിട്ട് കാര്യമില്ല. തെളിവില്ലാതെ കോടതിക്ക് ശിക്ഷിക്കാനാവില്ല. കൊലപാതകത്തിൻ്റെ കുറ്റപത്രം 5 വർഷങ്ങൾക്ക് ശേഷമാണ് സമർപ്പിക്കുന്നത്. സർക്കാർ ഈ കേസിൽ നടത്തിയ ഉഴപ്പിൻ്റെ തെളിവാണിത്. മറ്റൊരു ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിശാലിൻ്റെ കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടെങ്കിലും അവർ അത് അനുവദിച്ചില്ല. വിധി പ്രഖ്യാപിക്കുമ്പോൾ കോടതിയും കേസന്വേഷണത്തിലെ പിഴവുകളെയാണ് ചൂണ്ടിക്കാണിച്ചത്. പ്രതികളിലേക്ക് നയിക്കുന്ന ഒരു തെളിവുകളും പോലീസ് നൽകിയിട്ടില്ല. മുഖ്യപ്രതിയുടെ ID കാർഡ് സംഭവസ്ഥലത്ത് നിന്ന് കിട്ടിയതും പ്രതികൾ ആയുധങ്ങൾ കാണിച്ചു കൊടുത്തതും എല്ലാം പിന്നീട് ആവിയായി മാറി. പ്രവർത്തകർ ആദ്യം സാക്ഷിമൊഴി നൽകിയതും പിന്നീട് മാറ്റിപ്പറഞ്ഞതും ഇതിനോടൊപ്പം ചേർത്ത് നാം വായിക്കണം. വിശാൽ സ്വയം കത്തിയെടുത്ത് കുത്തി മരിച്ചതാണെന്ന റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാത്തത് തന്നെ മഹാഭാഗ്യമെന്ന് കരുതാം. വിശാലിനെ കൊന്നതാണ്, അതിൻ്റെ തെളിവ് നൽകാൻ പറ്റിയില്ല എന്നാണ് കോടതി വിധി. പക്ഷേ കൊന്നതാരാണെന്ന് കോടതിക്കും എല്ലാവർക്കും ഒരുപോലെ അറിയാം. വിശാലിൻ്റെ മാതാപിതാക്കളോട് എന്ത് സമാധാനം പറയണം എന്ന് മാത്രം ആർക്കും അറിയില്ല. എങ്ങനെയുണ്ട് ഈ കഥ? എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി പുതിയൊരു കഥയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.